ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 6 ഇംഗ്ലീഷിലെ ഹലോ ഐ ആം എ വീൽ ചെയർ എന്ന പോമാണ്. ഈ പോം എഴുതിയിരിക്കുന്നത് സാറ ഇസ്മായിലാണ്. ഹാവ് യു എവർ എക്സ്പീരിയൻസ്ഡ് എ സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റ് വിത്ത് എൻ ഒബ്ജക്റ്റ് യു ഹാവ് യൂസ്ഡ്? ഹിയർ ഈസ് എ പോം അബൌട്ട് സച്ച് എൻ ഇൻറ്റിമസി. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവുമായിട്ട് നമുക്കൊരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടുണ്ടോ? ഹലോ ഐ ആം എ വീൽ ചെയർ എന്ന പോയമാണ് നമുക്കിന്ന് ഉള്ളത്. ഹലോ ഐ ആം എ വീൽ ചെയർ ആൻഡ് മൈ നെയിം ഈസ് ബെക്കി. അറ്റ് ലീസ്റ്റ് ദാറ്റ്സ് ദ നെയിം ഓഫ് ദ ഗേൾ ഹൂ സ്റ്റിയേഴ്സ് മീ. അപ്പോൾ ഒരു വീൽ ചെയർ ആണ് നമ്മുടെ ഈ പോയത്തിലുള്ളത്. വീൽ ചെയർ ആണ് നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ളത്. വീൽ ചെയർ പറയാണ്, ഞാൻ വീൽ ചെയർ ആണ്, എൻ്റെ പേര് ബെക്കി എന്നാണ്. പക്ഷേ എൻ്റെ പേരല്ല, എന്നെ സ്റ്റിയർ ചെയ്യുന്ന, എന്നെ മുന്നോട്ട് നയിക്കുന്ന ആളുടെ പേരാണ് ബെക്കി. ആസ് ഷീ വീൽസ് me down the street, she dreams of standing on her feet. The look on her face you don't see, you are too busy looking at me. അപ്പോൾ ഈ വീൽ ചെയറിലിരുന്നിട്ട് ഈ കുട്ടി, ബെക്കി എന്നാണ് ഈ കുട്ടിയുടെ പേര്, ബെക്കി വീൽ ചെയറിലിരുന്ന് സ്ട്രീറ്റിൽ കൂടെ, ആ തെരുവിൽ കൂടെ പോകുമ്പോൾ അവൾക്ക് സ്വപ്നങ്ങളുണ്ട്. എന്തൊക്കെയാണ് അവളുടെ സ്വപ്നങ്ങൾ? അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കണമെന്നും നടക്കണമെന്നും മരം കയറണമെന്നും പല സ്ഥലങ്ങളിൽ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. സ്വതന്ത്രമായിട്ട് നടക്കണമെന്ന്. ഈ വീൽ ചെയറിൻ്റെ കൂടെയാണ് എപ്പോഴും നടക്കുന്നത് അല്ലേ? വീൽ ചെയർ ഉണ്ടെങ്കിൽ ബെക്കിക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരാളുടെ സഹായമില്ലാതെ സ്വതന്ത്രമായിട്ട് നടക്കണം എന്നാണ് ബെക്കിയുടെ ആഗ്രഹം. അവളുടെ മുഖത്തേക്കല്ല നമ്മൾ നോക്കുന്നത്. കാഴ്ചക്കാരെ ഒരാൾ ബെക്കിനെ കാണുമ്പോൾ എവിടെയാണ് നോക്കുക? അവളുടെ ചെയറിലേക്ക് നോക്കി സഹതാപത്തോടെ നോക്കുകയാണ് ചെയ്യണത് അല്ലേ? പക്ഷേ ബെക്കിക്ക് അതൊന്നും അല്ല വേണ്ടത്. അവൾക്ക് എന്താ വേണ്ടത്? അവളുടെ ചിരിക്കുന്ന മുഖമാണ് എല്ലാവരും കാണേണ്ടത്. ആ ചിരിക്കുന്ന മുഖത്തേക്ക് പക്ഷെ നമ്മൾ നോക്കാറുണ്ടോ? ഇല്ല. നമ്മൾ സഹതാപത്തോടെ അവളുടെ വീൽ ചെയറിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കണ്ട, അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ കാണുമ്പോൾ നമ്മൾ അവരെ നമ്മുടെ ഒപ്പം കൂട്ടുകയാണ് വേണ്ടത്. സഹതാപമല്ല അവർക്ക് ആവശ്യമുള്ളത്. അവർക്ക് വേണ്ടത് എന്താണ്? നോർമലൈസേഷനാണ് വേണ്ടത്. സാധാരണ ആൾക്കാർ പോലെ തന്നെ അവരെ ട്രീറ്റ് ചെയ്യണം എന്നാണ് അവരുടെ ആഗ്രഹം. She gives you a smile so true but you don't see that, do you? അവൾ സാധാരണ പോലെ നമ്മളെ നോക്കി ചിരിക്കും. ഒരു സത്യസന്ധമായിട്ടുള്ളൊരു ചിരിയായിരിക്കും, ആ ഒരു നിഷ്കളങ്കമായ ചിരിയായിരിക്കും നമുക്ക് തരിക. പക്ഷെ നമ്മൾ ആ ചിരി കാണാറില്ല. ദ സ്മൈൽ ഓൺ ഹർ ഫേസ് യു ഡോണ്ട് സീ, യു ആർ ബിസി ലുക്കിംഗ് അറ്റ് മീ. പക്ഷെ നമ്മളാരും അവരുടെ മുഖത്തേക്ക് നോക്കില്ല. ബെക്കി അല്ല, ആരാണെങ്കിലും ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ വീൽ ചെയറിൽ വരുന്ന കാണുമ്പോഴോ ഒക്കെ നമ്മൾ എന്താ ചെയ്യണത്? നമ്മൾ അവരുടെ മുഖത്തേക്ക് നോക്കില്ല. പക്ഷേ നമ്മൾ സഹതാപത്തോടെ അവരുടെ ആ വീൽ ചെയറിലേക്കാണ് നോക്കുന്നത്. അവരുടെ മുഖത്ത് നോക്കി അവരുടെ ചിരി നമ്മൾ കാണാറില്ല. ഹലോ ഐ ആം എ വീൽ ചെയർ ആൻഡ് ഐ ആം സ്റ്റിയർഡ് ബൈ ബെക്കി, എ ഗേൾ ഹൂ വുഡ് സോ മച്ച് റാദർ ബി ക്ലൈംബിങ് എ ടോൾ ട്രീ. അപ്പം പിന്നെ വീൽ ചെയർ എന്താ പറയുന്നത്? ഞാൻ വീൽ ചെയറാണ്, ബെക്കിയാണ് എന്നെ നയിക്കുന്നത്. ഒരു പെൺകുട്ടി, ബെക്കി ആരാണ്? മരം കയറാനും നടക്കാനും സ്വതന്ത്രമായിട്ട് നടക്കാനും മറ്റുള്ളവരെ പോലെ എല്ലാം ചെയ്യാൻ വേണ്ടി ആഗ്രഹമുള്ള, സ്വാതന്ത്ര്യത്തോടെ നടക്കാനിട്ട് ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യാൻ ആഗ്രഹമുള്ളൊരു പെൺകുട്ടിയാണ് ബെക്കി എൻ്റെ കൂടെ ഉള്ളതെന്നാണ് വീൽ ചെയർ പറയുന്നത്. സോ വെൻ യു മീറ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ലുക്ക് ക്ലോസർ ആൻഡ് യു വിൽ സീ വിത്തൗട്ട് ഹെർ വേർ വുഡ് ഐ ബി. അപ്പോൾ ബെക്കീനെ ഇനി കാണുമ്പോൾ, ഇനി ബെസ്റ്റ് ഫ്രണ്ടാണ്, ഇപ്പോൾ വീൽ ചെയറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ബെക്കി. ഇപ്പോൾ ബെക്കീനെ ഇനി കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു വീൽ ചെയറിലിരിക്കുന്ന ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരിക്കും അവരുടെ ആ ഡിസേബിലിറ്റീനെ ഈക്വലൈസ് ചെയ്യുന്നൊരു സാധനം ഏതാണോ? ഇപ്പോൾ ഊന്നുവടി ആണെങ്കിൽ ആ ഊന്നുവടി ആയിരിക്കും അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്. കണ്ണ് കാണാത്ത ആളാണെങ്കിൽ അവരുടെ കെയിനും പിന്നെ അവർ യൂസ് ചെയ്യുന്ന വസ്തുക്കളായിരിക്കും അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ ഈ വീൽ ചെയറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ബെക്കിയാണ്. ബെക്കിയുടെ ബെസ്റ്റ് ഫ്രണ്ട് വീൽ ചെയറുമാണ്. അവർ രണ്ടുപേരും പരസ്പരം പാർട്ട്നേഴ്സ് പോലെയാണ്. രണ്ടുപേരും ഒരുമിച്ചാണ് നടക്കുന്നത്, ഒരുമിച്ചാണ് ഇരിക്കുന്നത്. ഒരാളില്ലെങ്കിൽ മറ്റൊരാളില്ലെന്നുള്ള രീതിയാണ്. വിത്തൗട്ട് ഹെർ വേർ വുഡ് ഐ ബി. അവളില്ലെങ്കിൽ ഞാൻ എവിടെയായിരിക്കും? വീൽ ചെയർ എവിടെയായിരിക്കും? ബെക്കിയില്ലെങ്കിൽ വീൽ ചെയർ തീർച്ചയായിട്ടും ഒരു ഗറാജിലായിരിക്കും അല്ലേ? ഗറാജ് എന്നാണ് എന്നെ പറയണത്. ഗറാജിലായിരിക്കും. വാച്ചിങ് യു ക്ലൈംബ് എ ട്രീ. നീ മരം കയറുന്നത് നോക്കിക്കൊണ്ട് ഞാൻ ഗറാജിൽ കിടക്കണിരിക്കും എന്നാണ് വീൽ ചെയർ പറയുന്നത്. വെൻ യു സീ മീ ആൻഡ് ബെക്കി ദർ ഇസ് വൺ തിങ് യു ഡോണ്ട് സീ, ഐ കുഡിൻറ്റ് മൂവ് വിത്തൗട്ട് ഹെർ എനി മോർ ദാൻ ഷീ കുഡ് മൂവ് വിത്തൗട്ട് മീ. അപ്പോൾ നീ എന്നെയും ബെക്കീനെയും കാണുമ്പോൾ നിങ്ങൾ കാണാത്ത മറ്റൊന്നു കൂടിയുണ്ട്.
അതായത് നമ്മൾ കാഴ്ചക്കാർ കാണാത്ത മറ്റൊന്നുകൂടി ബെക്കിക്കും ഈ വീൽ ചെയറിനും തമ്മിലൊരു ബന്ധം കൂടിയുണ്ട്. എന്താണ്? ബെക്കി ഇല്ലാതെ വീൽ ചെയറിനും മൂവ് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് സഞ്ചരിക്കാനോ അനങ്ങാനോ സാധിക്കില്ല. വീൽ ചെയർ ഇല്ലാതെ ബെക്കിക്കും എവിടെയും പോകാനോ മുന്നോട്ട് നടക്കാനോ അനങ്ങാനോ സാധിക്കില്ല. അപ്പോൾ അവർ രണ്ടുപേരും ഒരു പാർട്ട്നേഴ്സ് പോലെയാണ്. ഒരാളില്ലെങ്കിൽ മറ്റൊരാളില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ കവി ഇത് പറഞ്ഞിരിക്കുന്നത്. ഇനി എക്സസൈസ് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്. ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ. അതിൻ്റെത് ഞാൻ ബാക്കിൽ കൊടുക്കുന്നുണ്ട്, ഏറ്റവും വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് എല്ലാ ആൻസേഴ്സും. റീഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബെക്കി ആൻഡ് ദ വീൽ ചെയർ ഗിവൺ ബിലോ. ബെക്കിയുടെ ക്യാരക്ടറിസ്റ്റിക്കും വീൽ ചെയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കും തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ബെക്കിക്ക് ബി എന്നും വീൽ ചെയറിന് ഡബ്ല്യു എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡ്രീം ഓഫ് ക്ലൈംബിംഗ് ട്രീസ്, അത് ബെക്കിയാണ്. പ്രൊവൈഡ് കംഫർട്ട് ആൻഡ് സപ്പോർട്ട്, അത് വീൽ ചെയർ ആണ്. എനേബിൾ ഈസി സ്റ്റിയറിംഗ്, വീൽ ചെയർ. ഡിറ്റർമൈൻസ് ടു ഓവർകം ഒബ്സ്റ്റക്കിൾ, Becky. Faces challenges with courage, Becky. Goes smoothly over different terrains, wheelchair. Needs a person to operate, അത് വീൽ ചെയർ ആണ്. ലവ് ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ്, അത് ബെക്കിയാണ്. ഇനി ഇപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യണം? താഴെയുള്ള ബോക്സിലേക്ക് കോപ്പി ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മേലെ നമ്മൾ മാർക്ക് ചെയ്തത് താഴേക്ക് കോപ്പി ചെയ്താണ് താഴെയുള്ളത്. ലുക്ക് അറ്റ് ദ പിക്ചർ, ഗിവൺ പിക്ചർ കെയർഫുള്ളി. എയും ബിയും രണ്ട് പിക്ചർ തന്നിട്ടുണ്ട്. വാട്ട് ഡു യു സീ ഇൻ പിക്ചർ ബി ഇൻസ്റ്റെഡ് ഓഫ് ദ സ്റ്റെപ്സ് ഇൻ പിക്ചർ എ? പിക്ചർ ബിയിൽ പിക്ചർ എയിലുള്ള സ്റ്റെപ്പിന് പകരം എന്താണ് കൊടുത്തിട്ടുള്ളത്? ഒരു റാമ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരു റാമ്പും റെയിലിങ്ങും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റാമ്പ് ആൻഡ് റെയിലിംഗ് രണ്ടും ഉണ്ട്. റെയിലിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹൗ ഈസ് റാമ്പ് ഹെൽപ്ഫുൾ ഫോർ എ ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ? അപ്പോൾ ഒരു റാമ്പ് എങ്ങനെയാണ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സണെ സഹായിക്കുന്നത്? റാമ്പ് ഹെൽപ്പ് ഡിഫറെൻ്റ്ലി ഏബിൾ പേഴ്സൺ ടു ഈസിലി റൈറ്റ് ടു ദ ബിൽഡിംഗ്. അപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഏത് നിലയിൽ പോകണമെങ്കിലും ഒരു ബിൽഡിങ്ങിലേക്ക് കയറണമെങ്കിലോ ഇറങ്ങണമെങ്കിലോ ഒക്കെ നമുക്ക് ഈ റാമ്പ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസിനെ സഹായിക്കും. അവർക്ക് സ്വന്തമായിട്ട് കയറാനും ഇറങ്ങാനും ഒക്കെ സാധിക്കും ഈ റാമ്പ് ഉള്ളതുകൊണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ക്യാൻ യു സജസ്റ്റ് 3 ways ടു മേക്ക് യുവർ സ്കൂൾ മോർ കംഫർട്ടബിൾ ഫോർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ? അപ്പോൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്കൂള് അവർക്ക് കംഫർട്ടബിൾ, അവർക്ക് സുരക്ഷിതത്വം ബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റാംപ്സ് ആൻഡ് റെയിലിംഗ് ടു ബി കൺസ്ട്രക്റ്റഡ് അലോങ് വിത്ത് സ്റ്റെയർസ്. സ്റ്റെയറിൻ്റെ കൂടെ റാമ്പും റെയിലിങ്ങും ഘടിപ്പിക്കുക. സ്പെഷ്യൽ ടോയ്ലറ്റ് ആൻഡ് സീറ്റിംഗ്, സ്പെഷ്യൽ ആയിട്ടുള്ള ടോയ്ലറ്റ്, ഈ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി സ്പെഷ്യൽ ടോയ്ലറ്റ്സ് ഉണ്ടാക്കാം. പിന്നെ അവർക്ക് ഇരിക്കുന്നതിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ക്ലാസ് റൂമുകളിൽ ഉണ്ടാക്കാം. ഗൈഡിങ് പാത്സ് ആൻഡ് സൈൻ പാത്സ് വിത്ത് സ്പെഷ്യൽ ടെക്സ്ചേർഡ് ടൈൽസ്. ഇപ്പോൾ ഗൈഡിങ് പാത്സ്, ഇപ്പോൾ കണ്ണ് കാണാൻ സാധിക്കാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് നടക്കുന്നതിന് വേണ്ടി സ്പെഷ്യൽ ടൈല് കൊണ്ടിട്ട് ഗൈഡിങ് പാത്സ് ഉണ്ടാക്കാം. അതായത് മിക്ക സ്ഥലങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും മെട്രോ സ്റ്റേഷനിലും എയർപോർട്ടുകളിലൊക്കെ ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നടക്കുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ടൈൽസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. Read the sentence written on the leaf. I dream of standing on my feet. ബെക്കി. ഇപ്പോൾ ബെക്കിയുടെ ഡ്രീമാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇതുപോലെ യു ടു മേ ഹാവ് ഡ്രീംസ് ലൈക്ക് ബെക്കി. നമുക്കും ഉണ്ടാകും ഇതുപോലെയുള്ള സ്വപ്നങ്ങൾ. അപ്പം നമ്മുടെ സ്വപ്നം എന്താണോ ഒരു ഇല വരച്ചിട്ട് നമ്മുടെ സ്വപ്നം എന്താണോ അത് ഇലയിൽ എഴുതുക. എന്നിട്ട് ഒരു ഡ്രീം ട്രീ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വൺസ് എവറി വൺ ഹാസ് one's own leaf, paste the leaf on a tree chart and hang it on the wall. One student from each group can make a presentation. അപ്പോൾ നമുക്കൊരു ഡ്രീം ട്രീ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും അവരവരുടെ ഡ്രീം എഴുതുക, എന്നിട്ട് അത് ട്രീയിൽ ഫിക്സ് ചെയ്യുക. 4ാമത്തെ ആക്ടിവിറ്റി, പിക്ക് സംതിങ് യു യൂസ് എവറി ഡേ ലൈക്ക് യുവർ പെൻ, പെൻസിൽ, നോട്ട്ബുക്ക്, സ്കൂൾ ബാഗ്, വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ് ഓർ ബൈസിക്കിൾ. ഇനി നമുക്ക് 4 പിക്ചർ തന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. നമ്മുടെ ബൈസിക്കിളോ നമ്മുടെ പെൻസിൽ ബോക്സോ ഇൻസ്ട്രുമെൻറ്റ് ബോക്സോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതിനകത്ത് തന്നിട്ടുള്ള നമുക്ക് നോക്കാം. അപ്പോൾ ഐ ഹാവ് ബീൻ വർക്കിംഗ് എ ലോട്ട് സിൻസ് മോർണിംഗ്. പെൻസിൽ മടുത്തിരിക്കുകയാണ് ഞാൻ, കുറേ രാവിലെ തൊട്ട് ജോലിയെടുത്ത് ക്ഷീണിച്ചിരിക്കുകയാണെന്നാണ് പെൻസിൽ പറയണത്. ബുക്ക്, ഐ ഹാവ് സ്റ്റോറീസ്, അഡ്വെഞ്ചേഴ്സ് ആൻഡ് നോളജ് ഫോർ യു. എൻ്റെ അടുത്ത് എന്തൊക്കെയുണ്ട്? കഥകളുണ്ട്, അഡ്വെഞ്ചേഴ്സ് ഉണ്ട്, സാഹസിക കഥകളുണ്ട്, പിന്നെ വിജ്ഞാനം ഉണ്ട് എൻ്റെ കയ്യിൽ. വാട്ടർ ബോട്ടിൽ എന്താ പറയണത് നോക്കാം. ഡ്രിങ്ക് ഫ്രം മീ ഓഫൻ സോ യുവർ ബോഡി ആൻഡ് ബ്രെയിൻ ക്യാൻ വർക്ക് വെൽ. എൻ്റെ അടുത്ത് നിന്ന് വെള്ളം കുടിച്ചോളൂ, എന്നിട്ട് നിൻ്റെ ബ്രെയിനിനെയും ബോഡീനെയും വർക്ക് ചെയ്യാനായിട്ട് പ്രാപ്തരാക്കിക്കോളൂന്ന്. ഐ ക്യാരി യുവർ ബുക്ക്, പെൻസിൽ ആൻഡ് ഡ്രീംസ് വെയർ എവർ യു ഗോ. ഞാൻ നിൻ്റെ പുസ്തകങ്ങളും നിൻ്റെ പെൻസിലും നിൻ്റെ സ്വപ്നങ്ങളും നീ എവിടെയൊക്കെ പോകണോ അവിടെയൊക്കെ ഞാൻ നിൻ്റെ സ്വപ്നവും പെൻസിലും ഒക്കെ കൊണ്ടു നടക്കുന്നുണ്ടെന്നാണ് അടുത്ത ആൾ പറയണത്, ബാഗ് പറയുന്നത്.
അപ്പോൾ ഇതിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത ലെസനുമായിട്ട് വീണ്ടും വരേക്കും എല്ലാവർക്കും ബൈ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.